ഒരു കുഞ്ഞിനെ വളർത്താൻ അമ്മയുടെ സ്നേഹവും അച്ഛന്റെ തണലും വേണമെന്ന് നമ്മൾ പറയുമ്പോൾ സ്നേഹമുള്ള ഒരൊറ്റ ഹൃദയം മതി ആ രണ്ട് ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാനെന്ന് തെളിയിക്കുന്ന ചിലരുണ്ട്. അമ്മയുടെ സാമീപ്യമില്ലാത്ത ഒരിടത്ത് ആ ശൂന്യത അനുഭവപ്പെടാത്ത വിധം തന്റെ നെഞ്ചിലെ ചൂടും കരുതലും മക്കൾക്ക് പകുത്തു നൽകുന്ന ഒരു പുതിയ കാലത്തെ അച്ഛന്റെ കഥയാണിത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഈ കുട്ടികളുടെ അച്ഛൻ വിവാഹിതനല്ല എന്നതാണ്. എന്നാൽ മക്കൾ വേണമെന്ന വലിയ ആഗ്രഹമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്. ഈ യുവാവ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു പിതാവാവുക എന്നത് പലർക്കും ഒരു സ്വാഭാവികമായ കാര്യമായിരിക്കാം, പക്ഷേ എനിക്കതൊരു വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ വിവാഹത്തെക്കുറിച്ച് എനിക്ക് ഒരിക്കലും ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഒരു കുഞ്ഞിനെ വളർത്താൻ വിവാഹം മാത്രമാണോ വഴിയെന്ന ചിന്തയാണ് എന്നെ ദത്തെടുക്കലിലേക്ക് നയിച്ചത്. സിംഗിളായ ഒരു പുരുഷനെ കുഞ്ഞിനെ ദത്തെടുക്കുക എന്നത് നമ്മുടെ നാട്ടിൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. നിയമപരമായ നൂലാമാലകളും അനിശ്ചിതത്വങ്ങളും എന്നെ ഒരുപാട് തളർത്തി. അങ്ങനെയാണ് ഞാൻ വാടക ഗർഭധാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതൊരു എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. മാസങ്ങളോളം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു, ഡോക്ടർമാരെ കണ്ടു, ആ പ്രക്രിയയുടെ ഓരോ ഘട്ടങ്ങളും മനസ്സിലാക്കാനായി ശ്രമിച്ചു. എന്റെ മുന്നിൽ എന്താണ് വരാനിരിക്കുന്നതെന്ന് അറിയാൻ ഞാൻ സ്വയം തയ്യാറായി. ആ സമയത്ത് ഞാൻ എന്റെ ബിസിനസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഒരു കമ്പനിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ എന്റെ ദിവസങ്ങൾ വളരെ തിരക്കേറിയതും ക്രമബദ്ധവുമായിരുന്നു. എന്നാൽ 2016 മുതൽ എന്റെ ജീവിതം മുഴുവനായി മാറി തുടങ്ങി. എന്റെ ഇരട്ട കൺമണികളായ അദ്യുതയും അഹിറയും ജനിച്ചു. അവർ മാസം തികയാതെയാണ് ജനിച്ചത്. വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. ഹോസ്പിറ്റലിലെ ആദ്യ ദിവസങ്ങൾ ഇന്നും ഓർക്കുമ്പോൾ ഉള്ളിലൊരു വിറയലാണ്. ആദ്യമൊക്കെ അവരെ ഒന്ന് തൊടാൻ പോലും എനിക്ക് പേടിയായിരുന്നു. ഡോക്ടർമാരുടെ ഓരോ അപ്ഡേറ്റിനു വേണ്ടി ഞാൻ കാതോർക്കുകയായിരുന്നു. ഓരോ ദിവസവും ഹോസ്പിറ്റലിലെ ആ ചെറിയ മുറിയിൽ ഞാൻ എന്റെ മക്കൾക്കായി കാത്തിരിക്കുമായിരുന്നു. നഴ്സുമാരാണ് എനിക്ക് കുപ്പിപ്പാൽ കൊടുക്കാനും അവരെ എങ്ങനെ എടുക്കണമെന്നൊക്കെ പഠിപ്പിച്ചു തന്നത്. രാത്രികളിൽ ഉറക്കമില്ലാതെ ഞാൻ അവർക്ക് കാവലിരിക്കുമായിരുന്നു. ഇത് നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് പലരും ചോദിച്ചിരുന്നു. പക്ഷേ ഒരിക്കലും എനിക്ക് അതൊരു ഭാരമായി ഇന്നേ വരെ തോന്നിയിട്ടില്ല. എന്റെ ജീവിതത്തിന് ഒരു അർത്ഥം കിട്ടിയ പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നീട് ബിസിനസ് മീറ്റിംഗുകളെക്കാൾ എനിക്ക് പ്രധാനം എന്റെ കുഞ്ഞുമക്കളുടെ ചിരികളായി മാറി. അങ്ങനെ കാലം കടന്നുപോയി. അവർ വളർന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അവരുടെ ഉടുപ്പ് തുന്നുന്നതും മുടി മെടയുന്നതും എല്ലാം എനിക്ക് വലിയ സന്തോഷമാണ്. ഒരു ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് തുണിക്കഷ്ണങ്ങൾ വെച്ച് തുന്നാൻ ശ്രമിച്ചതും വീട്ടിലൊരു ഫാഷൻ ഷോ നടന്നതും ഇന്നും എന്റെ പ്രിയപ്പെട്ട ഓർമ്മകളാണ്. സ്കൂൾ പരിപാടികളിലെ തിരക്കിനിടയിൽ അവർ എന്നെ തിരയും. എന്നെ കാണുമ്പോൾ അവർ ചിരിക്കുന്ന ആ ചിരിയുണ്ടല്ലോ, അതിലും വലിയൊരു അവാർഡ് എനിക്ക് കിട്ടാനില്ല. കുട്ടികൾ വലുതായി വന്നപ്പോൾ ഒരിക്കൽ അവർ എന്നോട് ചോദിച്ചു, പപ്പ, ഞങ്ങളുടെ മമ്മ എവിടെയാണെന്ന്. ഞാൻ അവരോട് സത്യം പറഞ്ഞു. അവർ എത്രത്തോളം ആഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണെന്ന് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇന്ന് ആരെങ്കിലും അവരുടെ അമ്മയെക്കുറിച്ച് ചോദിച്ചാൽ അവർ അഭിമാനത്തോടെ പറയും, ഞങ്ങളുടെ പപ്പ തന്നെയാണ് ഞങ്ങളുടെ മമ്മ എന്ന്. ഞാനൊരു പെർഫെക്റ്റ് അച്ഛനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്റെ മക്കൾ ഒരു കാര്യം അറിഞ്ഞു തന്നെ വളരും. അവർ ഒരുപാട് സ്നേഹിക്കപ്പെടുന്നവരാണെന്നും എന്നും എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെന്നും. ഇങ്ങനെയായിരുന്നു ആ പിതാവ് പങ്കുവെച്ച കുറിപ്പ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഒരു അമ്മയില്ലാതെ കുഞ്ഞെങ്ങനെ വളരുമെന്നൊക്കെ. എന്നാൽ ഇവിടെ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ ഒരു അച്ഛൻ തന്റെ മക്കൾക്ക് വേണ്ടി അമ്മയും അച്ഛനുമായി മാറുകയായിരുന്നു. ആ രണ്ട് കുരുന്നുകളും വളർന്നു വരുമ്പോൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെയായിരിക്കും: തങ്ങൾ ഈ ഭൂമിയിലേക്ക് അവിചാരിതമായി വന്നവരല്ല, മറിച്ച് ഒരാൾ ഒരുപാട് ആഗ്രഹിച്ചു വളർത്തിയതാണ് ഞങ്ങളെയെന്ന്. സ്നേഹിക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ചവരല്ല, സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഒരാൾ തിരഞ്ഞെടുത്തവരാണ് ഞങ്ങളെന്ന്.